വാർത്തകൾ തുടരുന്നു. ഈ ജിനന്റെ പ്രണയത്തിന്റെ ഓസ്യത്ത് എന്ന കവിതാ പുസ്തകം പ്രകാശനം ചെയ്തു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുന്നയ്ക്ക ബസാർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രൊഫസർ വി.ജി. തമ്പി പുസ്തകം പ്രകാശനം ചെയ്തു. കെ.ആർ. ചാർലി ഏറ്റുവാങ്ങി. യു.കെ. സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഹ്മാൻ വാടാനപ്പള്ളിയുടെ പേരിൽ ഏർപ്പെടുത്തിയ കഥാപുരസ്കാരം രാജു പാറക്കടവിന് സമർപ്പിച്ചു. പ്രൊഫസർ ഉഷാകുമാരി, അനിൽ കിള്ളിക്കുളങ്ങര, എൻ.യു. ഹാഷിം, സജിത രാധാകൃഷ്ണൻ, സുനിൽ പി. മതിലകം, ഇ. ജിനൻ എന്നിവർ സംസാരിച്ചു. മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിലുള്ളതായ സജീവത സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ചങ്ങാതിക്കൂട്ടം. അതിനാദ്യമായി ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്ന ഈ പുസ്തകം പലവട്ടം ഞാൻ പല രീതിയിൽ ഞാൻ അതിനെ വായിക്കാൻ ശ്രമിക്കുകയുണ്ടായി. കാരണം പ്രണയത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. പ്രണയത്തിന്റെ ഒസ്യത്ത് എന്നുള്ള പേരിൽ അതിവിടെ സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ അത് പ്രണയത്തിന്റെ ജരാന്തരങ്ങളും വാർദ്ധക്യങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു ശീർഷകം എന്നുള്ള രീതിയിൽ അതിനെ അവതരിപ്പിച്ചു. അതിന്റെ പ്രണയം കൂടുതൽ പക്വതയിലേക്കോ അല്ലെങ്കിൽ കുറെ കൂടി സമചിത്തതയിലേക്കോ വന്നു ചേരുന്നതിന്റെ ഒരു മാനസികാവസ്ഥയാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകത്തിലുള്ളത് എന്ന് സുരേഷ് കുമാർ പറയുകയുണ്ടായി. സത്യത്തിൽ മനുഷ്യജീവിതത്തിന്റെ ജരാന്തരങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള വാർദ്ധക്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിസംസ്കൃതിയാണ് പ്രണയത്തിൽ നടക്കുന്നതെന്ന് പ്രണയിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അറിയാൻ സാധിക്കും. പ്രണയിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. പല പ്രായത്തിൽ നമ്മളെല്ലാവരും പ്രണയിച്ചിട്ടുണ്ട്. പ്രണയത്തിന്റെ ഓർമ്മകളിൽ, അതിന്റെ വേദനകളിൽ, അതിന്റെ നഷ്ടങ്ങളിൽ, അതിന്റെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും ഒക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ഏത് പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും. പുള്ള് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ 25ാം വാർഷികവും സംയുക്ത തിരുനാളും ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് കാഞ്ഞാണി സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെങ്ങണിശ്ശേരി സെന്റ് മേരീസ് വികാരി ജാക്സൺ ചാലക്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടന്നു. എസ് എൻ പുരം പനങ്ങാട് യുവതരംഗം കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അടമേള ശ്രദ്ധേയമായി. എള്ള് അട, ശർക്കര അട, അരിയട, പൈനാപ്പിൾ അട, ചക്കട, ചമ്മന്തി അട, പച്ചമുളക് അട, കമ്പം അട, വെജിറ്റബിൾ അട, പനിനീർ അട, ചേമ്പ് അട, ഉള്ളി അട, പുലാവ് അട, ബദാം അട തുടങ്ങി 47 ഇനം അടകളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. വീട്ടമ്മമാരുടെ കൂട്ടായ്മയിലാണ് അടമേള സംഘടിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി യുവമോർച്ച നാട്ടിക നിയോജക മണ്ഡലം സമിതി തൃപ്രയാറിൽ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്ത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ബി.ജെ.പി. നിയോജക മണ്ഡലം കൺവീനർ എ.ആർ. അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, സിദ്ധൻ പറയങ്ങാട്ടിൽ, പ്രശാന്ത് അവിണിശ്ശേരി, എൻ.എസ്. ഉണ്ണിമോൻ, അഭിലാഷ് ചാഴൂർ എന്നിവർ പങ്കെടുത്തു.
അഖില കേരള ധീവരസഭ എങ്ങടിയൂർ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും UI മാധവൻ മാസ്റ്റർ അനുസ്മരണവും നടത്തി. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഉണ്ടാക്കാൻ കാശ് പിരിക്കുന്നു പറഞ്ഞ് ഇപ്പോഴും നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ചിലര് പറയാറുണ്ട്. കോളേജ് കാശ് പിരിച്ചിട്ട് കോളേജ് ഉണ്ടായിരുന്നു കിട്ടിയത്ര 3640 രൂപ. 3640 രൂപ അത് നാട്ടിൽ തന്നെ കിട്ടിയ കാശുമാണ്. ആ കാശ് കൊണ്ട് കോളേജ് ഉണ്ടാവും. ഇപ്പോഴും പറയുന്നതാണ് കോളേജ് ഉണ്ടാക്കാൻ പണ്ട് കാശ് വെച്ചിട്ട് കോളേജ് ഉണ്ടായില്ല. പ്രമാണിമാരെയും കറുപ്പം മാഷ സഹായം കൊണ്ട് ഊന്നി ജീനവലകളൊക്കെ വെച്ച് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ചടങ്ങിൽ വരുമ്പോൾ AM മാണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, നിങ്ങളൊരു 10,000 രൂപയും തന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അമ്പലത്തിലെ ബഡ്ജറ്റില് 1.5 കോടി രൂപ അവിടെ മാലിന്യ നിർമ്മാർജ്ജനം കൊടുക്കാൻ ബഡ്ജറ്റ് വഹിച്ച് നമുക്ക് 15 ലക്ഷം രൂപ പണ്ടിക്കർക്ക് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ധനകാര്യമന്ത്രിയോട് പറഞ്ഞു, അവർക്ക് മാറ്റം വരുത്താം എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ കാര്യമില്ല. അവര് PK രാഘവനെ ജയിപ്പിച്ച് മന്ത്രിയാക്കി പട്ടികജാതി ആനുകൂല്യം നശിപ്പിച്ച വർഗമാണ് നമ്മളത്. കാലു പിടിച്ച് പറഞ്ഞു, ഈ മനുഷ്യനെ ജയിപ്പിക്കരുത്. K കരുണാകരൻ പട്ടികജാതിപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്തപ്പോൾ അന്ന് അതിനെതിരായിട്ട് കരുണാകരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത ആളാണ് അന്തരിച്ചുപോയ മുൻ മന്ത്രി PK രാഘവൻ. എങ്ങടിയൂർ കരയോഗം പ്രസിഡന്റ് UK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PV ജനാർദ്ദനൻ, ജോഷി ബ്ലാങ്ങാട്, TK വേലായുധൻ, AC സജീവ്, TM ഗോപി, കുമാരി KV അനിത എന്നിവർ സംസാരിച്ചു. വഴിയമ്പലം പടിഞ്ഞാറ് പുത്തൂർ വീട്ടിൽ കുമുദാബായി നിര്യാതയായി. 68 വയസ്സായിരുന്നു. ജാനുവാണ് സഹോദരി. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം കമ്പനിക്കടവിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി, ലക്ഷങ്ങളുടെ നഷ്ടം. NSS ഈസ്റ്റ് കരയോഗം കുടുംബമേളയും ഓണാഘോഷവും നടത്തി. ഈ ജിനന്റെ പ്രണയത്തിന്റെ ഊസ്യത്ത് എന്ന കവിതാ പുസ്തകം പ്രകാശനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.